അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക ചരിത്രകഥ. മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഉണ്ടായ ഒരു സംഭവം. അള്ളാഹു മതപ്രബോധനത്തിന് 1,24,000 പ്രവാചകന്മാരെ ഭൂമിയിൽ ഇറക്കി. ഖുർആൻ പേരെടുത്ത് പറഞ്ഞത് 25 പ്രവാചകന്മാരെയും. ഇതിൽ ലോകം അടക്കി വാണിരുന്ന സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ഭരണകാലത്തിൽ നടന്ന ഒരു ചരിത്രമാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സുലൈമാൻ നബിക്ക് ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളുമായി സംസാരിക്കുവാനും സംവദിക്കുവാനും അല്ലാഹു പ്രത്യേക കഴിവ് നൽകിയിട്ടുണ്ട്. കാറ്റിൽ സഞ്ചരിക്കുവാനും കാറ്റിലൂടെയും പക്ഷികളിലൂടെയും സന്ദേശങ്ങൾ കൈമാറുവാനുമുള്ള സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ചില സവിശേഷതകളാണ്. അങ്ങനെ അനേകായിരം കഴിവുകൾ അല്ലാഹു അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിച്ചു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം തന്റെ പ്രജകൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് സദസ്സുകൾ വിളിച്ചുകൂട്ടൽ പതിവായിരുന്നു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സദസ്സിൽ മനുഷ്യർ മാത്രമായിരുന്നില്ല അംഗങ്ങൾ. ജിന്നുകളും പിശാചുക്കളും ലോകത്തിലെ സർവ്വ ജന്തുജാലങ്ങളും അംഗങ്ങളായിട്ടുണ്ട്. ഓരോ സദസ്സിലും സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഓരോ വിഷയങ്ങളെക്കുറിച്ച് തന്റെ പ്രജകളോട് സംസാരിക്കും. വിളിച്ചുകൂട്ടിയ സദസ്സിന് മുമ്പിൽ വന്നിരുന്ന സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പ്രജകളോട് പറഞ്ഞു, എന്റെ പ്രജകളെ, ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം ഈമാൻ കാര്യമാണ്. സദസ്സിലെ അംഗങ്ങൾ നബിയുടെ വാക്കുകൾ ശ്രവിച്ചിരിക്കുകയാണ്. സുലൈമാൻ നബി ഇസ്ലാം തുടർന്നു, എന്താണ് ഈമാൻ കാര്യമെന്നല്ലേ? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി ഇസ്ലാം തന്റെ പ്രജകളോട് ഈമാൻ കാര്യത്തെക്കുറിച്ച് വിശദമാക്കുവാൻ തുടങ്ങി. ഒന്നാമത് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക. അങ്ങനെ അദ്ദേഹം ഈമാൻ കാര്യങ്ങൾ ഓരോന്നായി മുഴുവനും വിവരിച്ചു. അതിനുശേഷം നബി തന്റെ പ്രജകളോട് ചോദിച്ചു, ഞാൻ ഇവിടെ പറഞ്ഞതായ കാര്യങ്ങൾ വിശ്വാസമായില്ലേ? പെട്ടെന്ന് സദസ്സിൽ നിന്നൊരു ശബ്ദം, എനിക്ക് വിശ്വാസമായില്ല നബിയെ. സദസ്സ് മുഴുവനും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അവിടെ അതാ തലയുയർത്തിപ്പിടിച്ചൊരു പക്ഷി ഉറച്ച ശബ്ദത്തിൽ. ആ പക്ഷി വീണ്ടും പറഞ്ഞു, എനിക്ക് വിശ്വാസമായില്ല നബിയെ. അതൊരു ആനറാഞ്ചി പക്ഷിയാണ്. സദസ്സൊന്ന് ഭയന്നു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ദേഷ്യത്തോടെ ആ പക്ഷിയോട് ചോദിച്ചു, എന്താണ് നീ പറയുന്നത്? പക്ഷി തുടർന്നു, എനിക്ക് വിശ്വാസമായില്ല നബിയെ. അങ്ങ് പറഞ്ഞുവല്ലോ നന്മയും തിന്മയും അള്ളാഹുവിന്റെ നിശ്ചയമാണെന്ന്. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. നന്മ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്, എന്നാൽ തിന്മ നമ്മുടെ ഭാഗത്ത് നിന്നല്ലേ ഉണ്ടാകുന്നത്? തിന്മ അള്ളാഹുവിൽ നിന്ന് ഉണ്ടാവുകയില്ല. ആ സദസ്സിലെ എല്ലാവരും പക്ഷിയെ തന്നെ നിരീക്ഷിക്കുകയാണ്. പക്ഷിയോട് എതിർക്കുവാനുള്ള ധൈര്യം ആ സദസ്സിൽ ആർക്കും തന്നെ ഇല്ല. കാരണം അത് ആനറാഞ്ചി പക്ഷിയാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ആ പക്ഷിയെ ചോദ്യം ചെയ്യുകയാണ്. അവിടെ കൂടിയവർ എല്ലാം ഈ സംവാദത്തിന് സാക്ഷിയായി ഇരിക്കുകയാണ്. എന്തും സംഭവിക്കാം. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പക്ഷിയോട് പറഞ്ഞു, അല്ലയോ പക്ഷി, ഖൈറും ഷർറും അല്ലാഹുവിൽ നിന്ന് തന്നെയാണ്. നിനക്ക് വിശ്വാസമായോ പക്ഷി? ഈമാൻ കാര്യം 6 ആണ്, അത് നീ മറന്നുവോ? എന്നാൽ പക്ഷി വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ഒടുവിൽ പക്ഷി പറയുകയാണ്, ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് തെളിവ് വേണം നബിയെ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്ക് വിശ്വസിക്കാനുള്ള തെളിവ് ഞാൻ തരാം. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്ന് മശരിഖ് എന്ന രാജ്യത്തെ രാജ്ഞിക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കും ഇൻഷാ അല്ലാഹ്. എന്നാൽ 16 വർഷത്തിന് ശേഷം മഗ്രിബ് എന്ന രാജ്യത്തെ രാജകുമാരനുമായി അവിഹിത ബന്ധത്തിൽ ആ രാജകുമാരി ഗർഭിണിയാകുന്നതാണ്. ഇത് അള്ളാഹുവിന്റെ ഖലാ ആണ്. ഇതാണ് എനിക്ക് നിനക്ക് തരുവാനുള്ള തെളിവ്. ഇത് നടക്കുന്നതാണ്. ഇത് കേട്ട പക്ഷി പറഞ്ഞു, ഞാനത് തടുക്കും നബിയെ. ഉടനെ തന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ശബ്ദം ഉയർത്തി പറഞ്ഞു, അഹങ്കാരം പറയല്ല പക്ഷി, ഇത് സംഭവിക്കാൻ പോകുന്ന സത്യമാണ്.
പക്ഷി, നിനക്ക് തടയുവാൻ പറ്റുമെങ്കിൽ തടയൂ. സദസ് അക്ഷമരായിരിക്കുകയാണ്. എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ടെങ്കിലും ഒന്നും ശബ്ദിച്ചില്ല. കാരണം പറയുന്നത് ആനറാഞ്ചി പക്ഷിയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ വാക്കുകൾ കേട്ട അവർ അത്ഭുതപ്പെട്ടു. അന്നത്തെ സദസ് പിരിഞ്ഞു. സദസ് പിരിഞ്ഞ ഉടൻ ആ പക്ഷി പറക്കുകയാണ്. കാടും മലയും താണ്ടി മുന്നോട്ട്. അങ്ങനെ കാടും മലകളും താണ്ടി ആ പക്ഷി ചെന്നെത്തിയത് ഒരു കൊട്ടാരത്തിന്റെ അങ്കണത്തിലാണ്. അത് ചുറ്റും നോക്കി. എന്നിട്ട് കൊട്ടാരത്തിന്റെ മുകളിൽ ചെന്ന് ഒരു പ്രതിമയെപ്പോലെ ഇരിപ്പായി. ആരും അറിയാത്ത രൂപത്തിൽ ആ പക്ഷി അവിടെ നിലയുറപ്പിച്ചു. ആ കൊട്ടാരം ഏതാണെന്നല്ലേ? സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞ മശ്രിഖ് എന്ന രാജ്യത്തെ രാജാവിന്റെ കൊട്ടാരമാണത്. അതിന്റെ മുകളിലിരുന്ന കൊട്ടാരത്തിന്റെ ബംഗ്ലേറ്റ് വിടവിലൂടെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ നടക്കുന്നതായ കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് ആ പക്ഷി. സമയം മണിക്കൂറിന് വഴിമാറിക്കൊടുത്തെങ്കിലും ക്ഷമയോടെ ആ പക്ഷി കാത്തിരിക്കുകയാണ്. സൂര്യൻ അസ്തമിച്ചു. അപ്പോൾ അതാ കൊട്ടാരത്തിൽ നിന്നും ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. അതെ, അത് സംഭവിച്ചിരിക്കുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞതായ ആ കാര്യം സംഭവിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ഖലാ നടന്നിരിക്കുന്നു. ഇനി എനിക്ക് ആ കുട്ടിയെ ഇവിടെ നിന്നും തട്ടിയെടുക്കണം എന്ന ചിന്തയിൽ ആ പക്ഷി ക്ഷമയോടെ വീണ്ടും കാത്തിരിക്കുകയാണ്. ഇതേ സമയം കൊട്ടാരത്തിൽ സന്തോഷ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ട് ചമയിച്ച് തോഴിമാർ കുഞ്ഞിനെ തൊട്ടിയിൽ കിടത്തി താരാട്ട് പാടുകയാണ്. ഇതെല്ലാം ആ പക്ഷി മുകളിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം ആ കുഞ്ഞിന്റെ അരികിൽ നിന്നും എല്ലാവരും ഒന്ന് അകന്നു. ആ നിമിഷത്തിൽ ആ പക്ഷി പെട്ടെന്ന് കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിച്ചു. എന്നിട്ട് ആ പക്ഷി ആ കുഞ്ഞിനെ തൊട്ടിലോടുകൂടി കുത്തിയെടുത്ത് കൊട്ടാരത്തിന്റെ പുറത്തേക്ക് കടന്നു പറന്നുപോയി. തന്റെ കുഞ്ഞിനെ കാണാതായി എന്ന് മനസ്സിലാക്കിയ രാജ്ഞി പൊട്ടിക്കരഞ്ഞു. ആഘോഷങ്ങൾ ദുഃഖങ്ങൾക്ക് വഴിമാറി. എന്നാൽ ആ ആനറാഞ്ചി പക്ഷി പ്രസവിച്ച് മണിക്കൂറുകൾ പോലും തികയാത്ത ആ കുഞ്ഞിനെയും കൊണ്ട് പറക്കുകയാണ്. ദൂരേക്ക് അത് പറന്നു. അവസാനം ചെന്നെത്തിയത് മനുഷ്യവാസം പോലുമില്ലാത്ത മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു ദ്വീപിൽ. ആരോരും കണ്ടിട്ടില്ലാത്ത, ആൾവാസമില്ലാത്ത വനങ്ങൾ തിങ്ങി നിറഞ്ഞ ദ്വീപിലാണ് കുഞ്ഞുമായി ആ പക്ഷി എത്തിയത്. അവിടെ ഒരു മരത്തിൽ ആ തൊട്ടിൽ ശ്രദ്ധയോടെ തൂക്കിട്ടു. എന്നിട്ട് ഒരു മരത്തിൽ നിന്ന് വളരെ മൃദുലമായ ഇലകൾ കുത്തിയെടുത്തു വന്ന് ഒരു മെത്തയുണ്ടാക്കി കുഞ്ഞിനെ ആ മെത്തയിൽ പതിയെ കിടത്തി. മുഴുത്തു പാകമെത്തിയ പഴങ്ങൾ പറിച്ചെടുത്ത് അതിന്റെ നീരാക്കി ആ കുഞ്ഞിന്റെ വായിൽ ഇറ്റിച്ചു കൊടുത്തു. അങ്ങനെ ആ പക്ഷി കുഞ്ഞിനെ ആരും അറിയാതെ ആ ദ്വീപിൽ വളർത്തുവാൻ തുടങ്ങി. താൻ ഈ കുഞ്ഞിനെ വളർത്തുന്നത് ആരും അറിയുന്നില്ല എന്നാണ് പക്ഷി വിചാരിച്ചത്. എന്നാൽ അർഹമുറാഹിമായ റബ്ബിന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാം എല്ലാം അറിയുന്നുണ്ടായിരുന്നു. നബിയുടെ സദസ്സിൽ ആ പക്ഷി വരുമ്പോൾ പക്ഷിയോട് നബി ചോദിക്കും, അല്ലയോ പക്ഷി, നിന്റെ സംശയം തീർന്നോ? എന്നാൽ ആ പക്ഷി മറുപടി പറയും, ആ വിധി ഒരിക്കലും നടക്കില്ല. സദസ്സിലെ മറ്റു മൃഗങ്ങൾ പക്ഷിയെ ഉപദേശിക്കാൻ ശ്രമിച്ചു. എങ്കിലും നിരാശയാണ് ഫലം. പക്ഷി തന്റെ വാക്കുകളിൽ തന്നെ ഉറച്ചു നിന്നു. എന്നാൽ പക്ഷിയുടെ ഓരോ നീക്കങ്ങളും സയ്യിദോർ അറിയുന്നുണ്ടായിരുന്നെങ്കിലും ആ സത്യവും പക്ഷിയെ അറിയിച്ചില്ല. ഇന്ന് ആ കുഞ്ഞിന് ഉമ്മയും വാപ്പയുമാണ് ആ പക്ഷി. ആ കുഞ്ഞ് ഈ വയസ്സുവരെ മനുഷ്യനെ കണ്ടിട്ടില്ല. സന്തോഷവും സങ്കടവും പങ്കുവെക്കുന്നത് പോലും പക്ഷിയോടാണ്. ആ ദ്വീപാണ് അവളുടെ ലോകം. വർഷങ്ങൾ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് അവൾക്ക് 15 വയസ്സായി. ഈ ഇടക്കാണ്
നബിയുടെ സദസ്സിൽ മറ്റൊരു സംഭവം നടക്കുന്നത്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ലോകം അടക്കി വാണിരുന്ന രാജാവായിരുന്നുവെങ്കിലും ചില ഒറ്റപ്പെട്ട ചില രാജ്യങ്ങൾ നാട്ടുഭരണങ്ങളുടെ കീഴിലായിരുന്നു. എങ്കിലും സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അവരെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നില്ല. അവരെയെല്ലാം സമാധാനത്തിന്റെ പാതയിൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക പതിവായിരുന്നു. ചിലർ ഇസ്ലാമിലേക്ക് വരും, മറ്റു ചിലർ തങ്ങളുടെ ഇഷ്ടക്കുറവ് അറിയിക്കുകയും പതിവായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സുലൈമാൻ നബി അലൈഹി ഇസ്ലാം തന്റെ അറിവിലുള്ള നാട്ടുരാജാവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് ദൂതന്റെ കൈവശം കൊടുത്ത് ആ രാജാവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ആ രാജ്യത്തെ രാജകൊട്ടാരത്തിലെത്തിയ ദൂതൻ രാജാവിന് കത്ത് കൈമാറി. കത്ത് വായിച്ച രാജാവ് കോപാകുലനായി ചാടി എണീറ്റ് ധീരമായ സ്വരത്തിൽ തന്റെ എതിർപ്പ് അറിയിക്കുകയും സുലൈമാൻ നബിയോട് ധൈര്യമുണ്ടെങ്കിൽ തന്റെ രാജ്യവുമായി യുദ്ധത്തിന് വരുവാൻ വെല്ലുവിളിച്ചു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സന്നിധിയിൽ തിരിച്ചെത്തിയ ദൂതനോട് ആ രാജാവിന്റെ തീരുമാനം ചോദിച്ചു. ദൂതൻ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ആ ഭരണാധികാരി ധിക്കാരിയാണ്. പ്രവാചകരെ, അങ്ങയെ ആ ഭരണാധികാരി യുദ്ധത്തിന് ക്ഷണിച്ചിരിക്കുന്നു. എന്നിട്ട് അവിടെ നടന്നതായ എല്ലാ സംഭവങ്ങളും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് വിവരിച്ചു കൊടുത്തു. എല്ലാം കേട്ടതിന് ശേഷം സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഉടനെ തന്നെ തന്റെ പട്ടാള സൈന്യത്തെ വിളിച്ച് ചർച്ച നടത്തി ഒരു തീരുമാനമെടുത്തു. ആ രാജാവിന്റെ ധിക്കാരപരമായ വാക്കുകൾക്ക് മറുപടി കൊടുക്കുക, ആ രാജ്യവുമായി യുദ്ധം നടത്തുക എന്നതായിരുന്നു അവിടെ എടുത്ത തീരുമാനം. തന്റെ സർവ്വ സൈന്യവുമായി ആ നാട്ടിലേക്ക് തിരിച്ചു. അവിടെ എത്തിയ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സൈന്യം നാട്ടുരാജാവിന്റെ സൈന്യവുമായി ഘോരമായ യുദ്ധം നടന്നു. വളരെ പെട്ടെന്ന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ആ രാജ്യം കീഴടക്കി. രാജാവിനെ ബന്ദിയാക്കി തന്റെ കൊട്ടാരത്തിലേക്ക് നബിയും സൈന്യവും തിരിച്ചു പോന്നു. വർഷങ്ങൾക്ക് ശേഷം ആ രാജ്യത്തെ രാജാവിന്റെ മകൻ ഇസ്ലാം മതം സ്വീകരിച്ചു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് ചില ഉടമ്പടി പ്രകാരം അയാൾ ആ രാജ്യം ഭരിച്ചു തുടങ്ങി. നീതിമാനായ ആ ഭരണാധികാരിക്ക് പ്രവാചകൻ രാജ്യം വിട്ടുകൊടുത്തു. ആ രാജകുമാരന് ഒരു വിനോദമുണ്ടായിരുന്നു, കടൽ വേട്ട. അതായിരുന്നു ഇഷ്ടവിനോദം. വലിയ വലിയ മത്സ്യങ്ങളെ അമ്പെയ്ത് പിടിക്കും. അതിന് അദ്ദേഹം മാസങ്ങളോളം നീണ്ട യാത്ര നടത്തും. ആ യാത്രയിൽ വേട്ടക്ക് ചിലവിനും ആവശ്യമായ സാധനങ്ങളും കൂടെ കരുതുകയും പതിവായിരുന്നു. രാജകുമാരന്റെ യാത്രയപ്പ് വലിയ ആഘോഷമായാണ് ആ നാട്ടിലെ പ്രജകൾ കൊണ്ടാടിയിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി അദ്ദേഹത്തിനെയും കൂട്ടാളിയെയും കടൽ തീരത്തേക്ക് യാത്രയാക്കി. അവിടെ അദ്ദേഹത്തിനും സംഘത്തിനും പോകാനുള്ള പായക്കപ്പൽ തയ്യാറായിരുന്നു. അദ്ദേഹം സംഘവും കപ്പലിൽ കയറി യാത്ര തുടങ്ങി. ഓരോ ദിവസങ്ങളും മുന്നോട്ട് നീങ്ങി. പെട്ടെന്നൊരു ദിവസം കടലിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. വലിയ വലിയ തിരമാലകൾ ആഞ്ഞടിച്ചു. ശക്തമായ കാറ്റും മഴയും കടലിനെ വിറപ്പിച്ചുകൊണ്ട് ഇടിയും. ആ പായക്കപ്പലിന്റെ ദിശ കാറ്റിൽപ്പെട്ട് നഷ്ടപ്പെടുകയാണ്. എല്ലാവരും ഭയന്നു വിളിക്കാൻ തുടങ്ങി. ഭയാനകമായ അന്തരീക്ഷം. എല്ലാവരും രാജകുമാരനോട് രക്ഷപ്പെടാൻ മാർഗം തേടുകയാണ്. ഈ സമയത്ത് കപ്പിത്താൻ രാജകുമാരന്റെ അരികിലേക്ക് ഓടി വന്നുകൊണ്ട് പറയുകയാണ്, പ്രഭോ, നമ്മുടെ കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു. കപ്പലിന്റെ ഒരു വശം തകർന്നു, വെള്ളം ഉള്ളിലേക്ക് കയറുകയാണ്. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. രാജകുമാരനടക്കം എല്ലാവരും കടലിലേക്ക് എടുത്തു ചാടി. അള്ളാഹുവിന്റെ ഖലാ സംഭവിക്കാൻ പോവുകയാണ്. തങ്ങളുടെ ജീവൻ നിലനിർത്താൻ ഓരോരുത്തരും കഷ്ടപ്പെടുകയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുകയാണ്. അവസാനം മുങ്ങിയും താണും അവരെല്ലാം മരണത്തിനു മുന്നിൽ കീഴടങ്ങി. എന്നാൽ അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെടുകയാണ്. കുറെ നീന്തിയപ്പോൾ അവസാനം ഒരു പിടിവള്ളി കിട്ടി. അതൊരു മരക്കഷ്ണത്തിലാണ്. അതിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം ദിശയറിയാതെ കുറെ ദൂരം മുന്നോട്ട് നീങ്ങി. ദിശയറിയാതെ കര കാണാതെ നീന്തി 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 അയാൾ തളർന്നു അവശനായി.
എങ്കിലും നീന്തിക്കൊണ്ടേയിരുന്നു. അതാരാണെന്നല്ലേ? അത് മറ്റാരുമല്ല, നമ്മുടെ രാജകുമാരൻ തന്നെ. അദ്ദേഹം കുറച്ചു ദൂരം കൂടി മുന്നോട്ട് നീങ്ങി. അപ്പോൾ സമയം സന്ധ്യയോടടുത്തിരുന്നു. അങ്ങനെ അദ്ദേഹം അതാ അങ്ങകലെ കര കാണുകയാണ്. ഒരു നിമിഷം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അങ്ങോട്ട് നീന്തുകയാണ്. അത് കര തന്നെയായിരുന്നു. കരയിൽ എത്തിയ അദ്ദേഹം കുറച്ചു നേരം അവിടെ വിശ്രമിച്ചു. തന്റെ കൂടെ വന്നവരെല്ലാം മരണത്തിന് കീഴടങ്ങി എന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കി. കുറച്ചു നേരം കൂടി അങ്ങനെ ഇരുന്നു. പിന്നെ എഴുന്നേറ്റു. പെട്ടെന്ന് രാജകുമാരന് കണ്ണിൽ ഇരുട്ട് കയറുകയാണ്. കാലുകൾ കുഴഞ്ഞു പോകുന്നു. അത്രയും തളർന്ന അവശനായിരുന്നു അദ്ദേഹം. എങ്കിലും ആ കടൽക്കരയിലൂടെ നടന്ന് ഒരു സ്ഥലത്തെത്തി. ചുറ്റും നോക്കി, ഇതെവിടെയാണ്? അതൊരു ദ്വീപായിരുന്നു. ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ അദ്ദേഹം വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോഴാണ് ഇടതൂർന്ന് മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാട് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം അങ്ങോട്ട് കടക്കുകയാണ്. വലിയ വലിയ മരങ്ങൾ, അതിൽ പഴുത്തു പാകമായ പഴങ്ങൾ. വിശന്ന് തളർന്നിരുന്ന അദ്ദേഹം മരത്തിൽ കയറി പഴുത്തു പാകമായ പഴങ്ങൾ പറിച്ചു കഴിച്ചതിന് ശേഷം നടത്തം തുടർന്നു. എന്നിട്ടും അവിടെ ഒന്നും ഒരു മനുഷ്യനെ പോലും കണ്ടില്ല. ഇതെവിടെയാണ് ഞാൻ എത്തിയതെന്ന് രാജകുമാരൻ ചിന്തിച്ച് നടക്കുകയാണ്. ഇതിനിടയിൽ ഓരോ മരങ്ങളിലും അദ്ദേഹം നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു മരത്തിൽ നോക്കി തലതിരിച്ച് അദ്ദേഹം അത്ഭുതത്തോടെ ആ മരത്തിലേക്ക് തന്നെ വീണ്ടും വീണ്ടും നോക്കി. കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പോലെയുള്ള നോട്ടം. അതെന്തായിരിക്കും? രാജകുമാരന് തന്റെ കണ്ണുകൾ വിശ്വസിക്കാൻ പറ്റിയില്ല. അതാ ആ മരത്തിൽ മനുഷ്യന്റെ കാലുകൾ. രാജകുമാരൻ ശബ്ദം ഉണ്ടാക്കാതെ ആ മരത്തിന്റെ താഴേക്ക് ചെന്നു നോക്കി. അതെ, അതൊരു മനുഷ്യന്റെ കാലുകൾ തന്നെ. എന്നിട്ട് ആരുമില്ലേ എന്ന അർത്ഥം വരുന്ന രൂപത്തിൽ ഒരു ശബ്ദമുണ്ടാക്കി. ശബ്ദം കേട്ടപ്പോൾ ഒരു പെൺകുട്ടി, 16 വയസ്സ് തോന്നിക്കുന്ന ഒരു അതീവ സുന്ദരി, ആ മരത്തിൽ കൂട്ടിൽ നിന്ന് തല പുറത്തേക്കിട്ടു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. പെൺകുട്ടിയെ കണ്ടതും രാജകുമാരൻ അത്ഭുതപ്പെട്ടു. ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി. കാരണം 14-ാം രാവ് തോൽക്കുന്ന സൗന്ദര്യമുള്ള സുന്ദരി. അയാൾ സ്വയം മറന്നു നിന്നുപോയി. അല്പനേരം ആ പെൺകുട്ടി നോക്കി നിന്നെങ്കിലും അവൾ തന്റെ തല ഉള്ളിലേക്ക് തന്നെ വലിച്ചു. അവൾ ആദ്യമായാണ് തന്റെ രൂപത്തിൽ മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളെ കാണുന്നത്. രാജകുമാരൻ കുറച്ചുനേരം അവിടെ നിന്നതിനു ശേഷം മടിച്ച് മെല്ലെ മെല്ലെ മരത്തിന്റെ മുകളിലേക്ക് കയറി ചെന്നു. എന്നിട്ട് അവിടെ ഇരുന്നു. അയാളിൽ ഭാവമുണ്ടായെങ്കിലും എന്ത് ചോദിക്കണമെന്ന് അറിയാതെ വിഷമിച്ചു. അവളെ തന്നെ നോക്കി നിന്നു. അവസാനം അദ്ദേഹം ചോദിക്കുകയായി, പെണ്ണേ, നിന്റെ പേരെന്താണ്? നാടേതാണ്? നിനക്ക് ഇവിടെ ആരൊക്കെയുണ്ട്? രാജകുമാരന്റെ ഈ ചോദ്യങ്ങൾ ഇവൾ കേട്ടതും അവൾ ആ ചെറുപ്പക്കാരനെ തന്നെ നോക്കി നിന്നെങ്കിലും ഒന്നും മറുപടി പറഞ്ഞില്ല. അദ്ദേഹം ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു. അവൾ മറുപടി നൽകിയതുമില്ല. ഇവൾക്ക് തന്റെ ഭാഷ മനസ്സിലായി കാണില്ല. അതായിരിക്കാം തനിക്ക് മറുപടി തരാതിരിക്കുന്നതെന്ന് രാജകുമാരൻ മനസ്സിലാക്കി. പിന്നീട് അദ്ദേഹം ആംഗ്യഭാഷയിൽ ചോദിക്കാൻ തുടങ്ങി. ആ പെൺകുട്ടി മറുപടി ആംഗ്യഭാഷയിൽ നൽകി. അങ്ങനെ അവർ സംസാരിച്ചു തുടങ്ങി. അവസാനം അവൾ തന്റെ കഥകളെല്ലാം തന്നെ ആ ചെറുപ്പക്കാരന് പറഞ്ഞുകൊടുത്തു. ആ സംസാരങ്ങൾ സന്ധ്യയാകുന്നതുവരെ തുടർന്നു. സന്ധ്യാസമയമായപ്പോൾ അവളുടെ മുഖത്ത് പേടിയുടെ ഭാവം കലർന്നു. ആംഗ്യഭാഷയിൽ മാറ്റം വരുന്നു. രാജകുമാരന് മനസ്സിലായി, ഇവിടെ നിന്നും തനിക്ക് പോകുവാനുള്ള സമയം ആയെന്നുള്ള മുന്നറിയിപ്പാണിതെന്ന്. അയാൾ പെട്ടെന്ന് തന്നെ മരത്തിന്റെ താഴെ ഇറങ്ങി ഒരിടത്ത് മറഞ്ഞിരുന്നു. അപ്പോഴതാ ആ ഭീമാകാരനായ പക്ഷി പറന്നു വരുന്നു. പക്ഷി പറന്നു വന്ന് ആ പെൺകുട്ടിയുടെ അരികിൽ വന്നു നിന്നു. ഇതായിരിക്കാം ഈ പെൺകുട്ടിയെ വളർത്തുന്ന പക്ഷിയെന്ന് അയാൾ മനസ്സിലാക്കി. പക്ഷിയും ആ പെൺകുട്ടിയും അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഇതെല്ലാം ആ ചെറുപ്പക്കാരൻ കാണുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അയാൾ പരിഭ്രാന്തി ഉണ്ടാക്കി. കാരണം തന്നെക്കുറിച്ച് അവൾ പക്ഷിയോട് പറയുമോ?
പറഞ്ഞാൽ ജീവൻ പോയത് തന്നെ. അയാൾ പേടിച്ചു വിറച്ചു നിൽക്കുകയാണ്. എന്നാൽ അയാൾ പേടിച്ചതൊന്നും സംഭവിച്ചില്ല. കുറച്ചു സമയത്തിന് ശേഷം ആ പെൺകുട്ടിയും പക്ഷിയും അതിനുശേഷം ആ ചെറുപ്പക്കാരനും ഉറങ്ങി. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ആ പക്ഷി എന്നത്തെപ്പോലെയും പറന്നുപോയി. ഇനി സന്ധ്യാസമയത്താണ് തിരിച്ചു വരുന്നത്. പക്ഷി അയാളെക്കുറിച്ച് ഒന്നും അറിഞ്ഞതുമില്ല. എന്നാൽ മഹാനായ അല്ലാഹുവിന്റെ പ്രവാചകനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം എല്ലാം അറിയുന്നുണ്ടായിരുന്നു. കാറ്റുകൾ സന്ദേശം കൈമാറിക്കൊണ്ടിരുന്നു. എന്നാൽ പക്ഷിയുടെ വിചാരം ആരും ഒന്നും അറിയുന്നില്ല എന്നാണ്. സദസ്സിൽ വന്ന് പറയും, എനിക്കിപ്പോഴും വിശ്വാസമായിട്ടില്ല നബിയെ, എന്നാൽ അത് സംഭവിക്കാൻ പോവുകയാണെന്ന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം മറുപടി പറയുകയും ചെയ്യും. അവരുടെ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുകയാണ്. ഈ കഥകളെല്ലാം പ്രവാചകർ അറിഞ്ഞുകൊണ്ടിരുന്നു. സദസ്സിൽ പക്ഷിയോട് ചോദിക്കുകയും പതിവായിരുന്നു. എന്നാൽ പക്ഷി ഒന്നും അംഗീകരിച്ചു കൊടുത്തില്ല. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിനക്ക് വിശ്വാസമായില്ല അല്ലേ പക്ഷി? എന്നാൽ ഇൻഷാ അല്ലാഹ് അത് സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ 16 വർഷം തികയാൻ പോവുകയാണ്. പക്ഷി അതും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. എന്നാൽ പക്ഷി പറന്നു പോയതിനു ശേഷം ആ പെൺകുട്ടിയെയും രാജകുമാരൻ സംസാരിച്ചുകൊണ്ട് ആ കടൽ തീരത്ത് കൂടി നടക്കുകയും ആ സൗഹൃദം സ്നേഹത്തിലായി. അങ്ങനെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞ ഈ കാര്യം സംഭവിക്കാൻ പോവുകയാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞ 16 വർഷം തികഞ്ഞ ഒരു നാൾ രാത്രി അത് സംഭവിച്ചു. 16 വർഷം മുമ്പ് മഹാനായ പ്രവാചകർ പറഞ്ഞ ആ കാര്യം സത്യമായി പുലർന്നിരിക്കുന്നു. ആ പെൺകുട്ടിയുടെയും ചെറുപ്പക്കാരന്റെയും പ്രണയം മനസ്സിനെയും ശരീരത്തെയും കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. ദിവസങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സദസ്സ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പ്രജകളെ അഭിസംബോധന നടത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട പ്രജകളെ, 16 വർഷം മുമ്പ് ഒരു ആനറാഞ്ചി പക്ഷിക്ക് ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണ് എന്നതിനുള്ള തെളിവ് കൊടുത്തിരുന്നു. ഓർമ്മയുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളത് മറന്നിട്ടില്ല. ആ ദിവസത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് സദസ്സർ പറഞ്ഞു. എന്നാൽ അടുത്ത വെള്ളിയാഴ്ച ഈ സദസ്സ് വീണ്ടും ഒത്തുകൂടുമ്പോൾ അതിന്റെ വിധി പറയുന്നതാണെന്ന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം സദസ്സിനോട് പറഞ്ഞു. അള്ളാഹുവിൽ നിന്ന് അത് സംഭവിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ആനറാഞ്ചി പറയുകയാണ്, ഏയ്, അത് സംഭവിച്ചിട്ടില്ല. അത് കേട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ആ പക്ഷിയോട് ചോദിക്കുകയാണ്, നീ ഇത്രയും ധൈര്യത്തിൽ പറയുന്നത് എന്താണ്? പക്ഷി മറുപടി പറഞ്ഞു. ആ പക്ഷി പറയുകയാണ്, ആ പെൺകുട്ടിയെ ഞാനാണ് വളർത്തുന്നത്. ഇത് കേട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം മറുപടി കൊടുത്തു, നീയാണ് വളർത്തുന്നതെങ്കിലും അത് സംഭവിച്ചിരിക്കും. റബ്ബിന്റെ ഖളാ ആണ്. അതുകൊണ്ട് തർക്കിക്കാൻ നിൽക്കണ്ട, അടുത്ത ആഴ്ച തീരുമാനമെടുക്കാം. അങ്ങനെ സദസ്സ് പിരിഞ്ഞു. ശേഷം പക്ഷി പെൺകുട്ടിയുടെ അടുത്തേക്ക് പറക്കുകയാണ്. വളരെയധികം ദേഷ്യത്തിലാണ് പക്ഷി പറക്കുന്നത്. കാരണം സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞിരിക്കുന്നു അത് സംഭവിച്ചിരിക്കുന്നുവെന്ന്. അത് സത്യമാണ് എന്ന് അറിയണം എന്ന ഉദ്ദേശത്തോടെ വളരെയധികം ദേഷ്യത്തോടെ പറക്കുകയാണ്. ആ പെൺകുട്ടിയുടെ അടുത്തെത്തിയ പക്ഷി ചുവന്ന കണ്ണുകളോടെ അവളോട് ചോദിക്കുകയാണ്, മോളെ, മനുഷ്യവർഗത്തിൽപ്പെട്ട ആരെങ്കിലും നിന്റെ അരികിൽ വന്നിരുന്നോ? നീ കണ്ടുവോ? ചോദ്യം കേട്ട് അവൾ പരിഭ്രമിച്ചു. എന്നിട്ട് അവൾ കരയുവാൻ തുടങ്ങി. എന്നിട്ട് പക്ഷിയോട് മറുചോദ്യം ചോദിക്കുകയാണ്, ഉമ്മാക്ക് എന്നെ വിശ്വാസമില്ലേ? പക്ഷി പറയുകയായി, അതുകൊണ്ടല്ല മോളെ, അന്ന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം സദസ്സിൽ നടന്നതായ എല്ലാ സംഭവങ്ങളും പറഞ്ഞു കേൾപ്പിച്ച ശേഷം പറഞ്ഞു, ഇതുകൊണ്ട് ചോദിച്ചതാണ്. 16 വർഷം മുമ്പ് നടന്ന ആ തർക്കത്തിന്റെ തീരുമാനം അടുത്ത വെള്ളിയാഴ്ച നബിയുടെ സദസ്സിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അന്നേ ദിവസം നമുക്ക് അവിടേക്ക് പോകണം, അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അവർ ഉറങ്ങി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ
പക്ഷി പതിവ് പോലെ പറന്നുപോയപ്പോൾ രാജകുമാരൻ ആ പെൺകുട്ടിയുടെ അരികിൽ വന്നു. അയാളെ കണ്ടതും അവൾ കരയാൻ തുടങ്ങി. എന്തിനാണ് കരയുന്നതെന്നറിയാതെ ചെറുപ്പക്കാരൻ വിഷമിച്ചു. എന്നിട്ട് ആ പെൺകുട്ടിയോട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? അവൾ കരഞ്ഞുകൊണ്ട് തലേ ദിവസം നടന്നതായ സംഭാഷണങ്ങൾ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷിയായ എന്റെ ഉമ്മയും പ്രവാചകനും തമ്മിൽ 16 വർഷം മുമ്പ് നടന്ന ആ തർക്കത്തിന്റെ വിധി പറയുന്നതിന് വേണ്ടി ഞാനും ഉമ്മയും അടുത്ത വെള്ളിയാഴ്ച മഹാനായ പ്രവാചകന്റെ സദസ്സിൽ പോവുകയാണ്. പിന്നെ ഇങ്ങോട്ട് തിരിച്ചുവരവ് ഉണ്ടാകില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ തമ്മിൽ കാണുന്നത് എന്ന് ഓർത്ത് കരഞ്ഞു പോയതാണ്. ഇത് കേട്ട് ചെറുപ്പക്കാരൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, അതിനുള്ള ഒരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവളുടെ ചെവിയിൽ എന്തോ സ്വകാര്യം പറഞ്ഞു. അങ്ങനെ അന്നത്തെ പകലും രാത്രിയും അസ്തമിച്ചു. അങ്ങനെ വെള്ളിയാഴ്ചയുടെ തലേ ദിവസം, വ്യക്തമായി പറഞ്ഞാൽ വ്യാഴാഴ്ച രാത്രി, പക്ഷി അതീവ സന്തോഷത്തിലായിരുന്നു. തന്റെ മകളോട് പറഞ്ഞു, മോളെ, നാളെയാണ് നമുക്ക് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സദസ്സിൽ ചെല്ലേണ്ട ദിവസം. നേരത്തെ തന്നെ പോകണം. എങ്ങനെ പോകും? പക്ഷി പെൺകുട്ടിയോട് ചോദിച്ചു. അവളിൽ നിന്നും അതേ ചോദ്യം തന്നെ അവൾ ആവർത്തിച്ചു. എങ്ങനെ പോകും? പക്ഷി പറഞ്ഞു, എന്റെ ചിറകിൽ കയറിയിരുന്നാൽ മതി, ഞാൻ പറന്നുകൊണ്ടുപോകാം. പെൺകുട്ടി പറഞ്ഞു, ഇത്രയും ദൂരം താണ്ടുന്നതിനിടയിൽ ഞാൻ വീണുപോയാൽ നമുക്ക് പ്രവാചകന്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ സാധിക്കില്ല. അപ്പോൾ പക്ഷി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കൊത്തിയെടുത്ത് പറക്കാം. പെൺകുട്ടി മറുപടി പറഞ്ഞു, അതെനിക്ക് വേദനിക്കും. പക്ഷി വീണ്ടും പറഞ്ഞു, എങ്കിൽ കാലിൽ ഇറുക്കിയെടുത്ത് പറന്നിടാം. പെൺകുട്ടി പറഞ്ഞു, അതും എനിക്ക് വേദനിക്കും. ഞാൻ ഒരു വഴി പറഞ്ഞു തരാം. പക്ഷി പറഞ്ഞു. പക്ഷി ചോദിച്ചു, എന്താണ് ആ വഴി മോളെ, പറയുക. പെൺകുട്ടി പറഞ്ഞു, ആ കാണുന്ന മരക്കൂട്ടിൽ ഞാൻ കയറിയിരിക്കാം, അത് കൊത്തിയെടുത്ത് പറന്നാൽ മതി. ആ സൂത്രം പക്ഷിക്കും ഇഷ്ടപ്പെട്ടു. അവരിരുവരും അങ്ങനെ പോകാമെന്ന് തീരുമാനിച്ചു. 16 വർഷം മുമ്പ് താൻ എടുത്ത വെല്ലുവിളി വിജയിച്ചെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പക്ഷി. അന്ന് അവർ രണ്ടുപേർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തി. പെൺകുട്ടി പറഞ്ഞതുപോലെ ആ മരക്കൂട്ടിൽ ചെന്നിരുന്നു. പക്ഷി ആ മരക്കൂട് കുത്തിയെടുത്ത് തന്റെ വലിയ ചിറകുകൾ വിരിച്ചുകൊണ്ട് പറക്കുവാൻ തുടങ്ങി. ഇതേ സമയം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സദസ്സിൽ എല്ലാ സർവ്വ ജീവജാലങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. 16 വർഷം മുമ്പ് നടന്ന ആ തർക്കത്തിന്റെ വിധി വർഷങ്ങളായി അവരും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം സദസ്സിലേക്ക് കടന്നു വന്ന് തന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. എല്ലാവരും പക്ഷിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോഴതാ ആ സമയത്ത് അങ്ങ് ദൂരെ നിന്നും ഭീമാകാരനായ പക്ഷി പറന്നു വരുന്നു. അതിന്റെ ചുണ്ട് ആ മരക്കൂടും കൊത്തി എടുത്താണ് ആ പക്ഷി പറന്നു വരുന്നത്. അതങ്ങനെ പറന്ന് വന്ന് നബിയുടെ ഹദറത്തിലെത്തി. മരക്കൂട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സന്നിധിയിൽ വെച്ചു. സദസ് ഒന്നടങ്കം ആ കാഴ്ച കണ്ടിരിക്കുകയാണ്. പക്ഷി വന്നതും സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ ചോദ്യങ്ങൾ ആരംഭിച്ചു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, അല്ലയോ പക്ഷി, നിന്റെ തീരുമാനത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ? പതിവ് പോലെ അതേ മറുപടി തന്നെ, ഇല്ല നബിയെ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, കാരണം? പക്ഷി മറുപടി പറഞ്ഞു, ആ പറഞ്ഞ രാജ്യത്തെ രാജകുമാരിയെ 16 വർഷമായി ഞാനാണ് വളർത്തുന്നത്. ആ മരക്കൂട്ടിലേക്ക് നോക്കൂ. എല്ലാവരും അങ്ങോട്ട് നോക്കി. അതിന്റെ ഉള്ളിൽ നിന്നും ആ പെൺകുട്ടി ഇറങ്ങി വന്നു. പുറത്തിറങ്ങി വന്ന പെൺകുട്ടി സദസ്സിലേക്ക് നോക്കിയതും അവൾ ആകെ പേടിച്ചുപോയി. കാരണം ആദ്യമായാണ് ഇത്രയും അധികം മനുഷ്യന്മാരെയും ജന്തുജീവജാലങ്ങളെയും കാണുന്നത്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ആ പെൺകുട്ടിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, മോളെ, ഞാൻ ആരാണെന്ന് അറിയുമോ? ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമാണ്.
വളരെയധികം ആദരവോടെ നിൽക്കുന്നുവെങ്കിലും പെൺകുട്ടി പിറക്കുകയാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകതയും ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് അവൾക്ക് നന്നായി അറിയാം. അതിനാലാണ് ആ വിറയൽ. സുലൈമാൻ നബി അലൈഹി സ്വലാം തുടർന്നു, മോളെ, നീ സത്യം മാത്രമേ പറയാവൂ. സത്യം തുറന്നു പറയണം. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ലോകം അടക്കി ഭരിക്കുന്ന നബിയാണ് ഞാൻ. അതിനാൽ ഹക്ക് ഹക്കായി പറയുക. ആരെയും ഭയപ്പെടേണ്ട. സത്യം പറയുക. ഇത്രയും കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ സത്യം പറയാം. ആ പെൺകുട്ടിയോട് സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദ്യം ആരംഭിച്ചു തുടങ്ങി. സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചു, പെണ്ണെ, നീ ഗർഭിണിയാണോ? ഈ ചോദ്യം കേട്ട് അവൾ നെട്ടി. ഇത് സത്യമാണ്. പക്ഷേ 16 വർഷം തന്നെ വളർത്തിയ തന്റെ ഉമ്മയായ പക്ഷി അടുത്തു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാൻ പെൺകുട്ടി ഭയന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാം ഗർജിക്കുന്ന സ്വരത്തിൽ, ഭയപ്പെടാതെ ഉത്തരം നൽകൂ. എന്നിട്ട് വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ഉടനെ അവൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അതേ നബിയെ, ഞാൻ ഗർഭിണിയാണ്. ഇത് കേട്ടതും ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ആ പക്ഷി ദേഷ്യത്തോടെ പാഞ്ഞെടുത്തു. സുലൈമാൻ നബി അലൈഹി സ്വലാം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, പക്ഷി, നിൽക്കവിടെ. എന്നിട്ട് പെൺകുട്ടിയോട് ചോദ്യം തുടങ്ങി, മോളെ, ആരാണ് ആ ചെറുപ്പക്കാരൻ? പറയൂ. പെൺകുട്ടി പറഞ്ഞു, നബിയെ, അതാ ആ മരക്കൂട്ടിനുള്ളിൽ എന്ന് പറഞ്ഞ് അവൾ ആ മരക്കൂടിനടുത്ത് ചെന്നുകൊണ്ട് വിളിച്ചപ്പോൾ അതാ ആ മരക്കൂട്ടിനുള്ളിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരുന്നു. ആ പക്ഷിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. 16 വർഷത്തെ തന്റെ പ്രതീക്ഷ നശിപ്പിച്ച ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് ഗോപാകുലനായി തന്റെ ചുവന്ന കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് പാഞ്ഞെടുത്തു. ഇത് കണ്ട സുലൈമാൻ നബി അലൈഹി സ്വലാം പട്ടാളക്കാരൻ തടഞ്ഞു. എന്നിട്ട് ഗർജിക്കുന്ന ശബ്ദത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, പക്ഷി, നിൽക്കവിടെ. ഇത് അള്ളാഹുവിന്റെ ഖലാ ആണ്. അത് നീ വിചാരിച്ചാൽ തടുക്കാൻ പറ്റില്ല. പക്ഷി, നീ മാറി നിൽക്കുക. ഞാൻ അന്ന് പറഞ്ഞത് നീ മറന്നുപോയോ? ഖൈറും ശർറും അള്ളാഹുവിൽ നിന്നാണ്. നിനക്ക് മനസ്സിലായോ? പക്ഷി പൊട്ടിക്കരയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് സത്യം മനസ്സിലായി. ഖൈറും ശർറും അള്ളാഹുവിൽ നിന്നാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് ക്ഷമിക്കൂ, എനിക്ക് മാപ്പ് നൽകൂ നബിയെ. സുലൈമാൻ നബി അലൈഹി സ്വലാം മാപ്പ് നൽകിയെങ്കിലും ഇത്രയും നാൾ സുലൈമാൻ നബി അലൈഹി സ്വലാം ശിക്ഷയും നൽകി. ആ ആനിറഞ്ച് പക്ഷിയെ മനുഷ്യവാസമില്ലാത്ത സ്ഥലത്തേക്ക് നാടുകടത്തി. ഇൻഷാ അല്ലാഹ് കഥ അവസാനിക്കുന്നു. അടുത്ത കഥയുമായി വരാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.